യേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് നമ്മുടെ നോയമ്പിൻ്റെ 1-ാം ദിവസമാണ്. ഇന്ന് സഭയായിട്ട് നമുക്ക് ഈ 50 ദിവസവും ധ്യാനിക്കുവാനായിട്ട് പല വിഷയങ്ങൾ നമ്മുടെ ഇടയിലേക്ക് സഭ നൽകുന്നുണ്ട്. ഓരോ ദിവസവും അല്പസമയം നമ്മൾക്ക് ഈ ചെറിയ ചിന്തകൾ പരസ്പരം പങ്കുവയ്ക്കുകയും വചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത് നമ്മുടെ ജീവിതത്തിൻ്റെ നിമിഷങ്ങളെ ഒന്ന് കൂടുതൽ വിശദീകരിക്കപ്പെടുവാനായിട്ട് ഈ ധ്യാന വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിന് ഒരു മുതൽക്കൂട്ടായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ധ്യാന വിഷയം എന്നുള്ളത് കാനാവിലെ കല്യാണം എന്നാണ്. കാനായിലെ കല്യാണം എന്ന വിഷയത്തെ ആസ്പദമാക്കിയിട്ടുള്ള വേദഭാഗമാണ് മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. ഇതിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഇങ്ങനെ പറയുന്നു: അവർ ഭക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളിച്ചെയ്തു, വാങ്ങി ഭക്ഷിക്കുവിൻ, ഇതെൻ്റെ ശരീരമാണ്. അനന്തരം പാനപാത്രം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ പിതാവിൻ്റെ രാജ്യത്തിൽ നിങ്ങളോടൊത്ത് നവമായി ഇത് പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഈ ഫലത്തിൽ നിന്ന് ഞാൻ വീണ്ടും കുടിക്കുകയില്ല. സ്തോത്രഗീതം ആലപിച്ച ശേഷം അവർ ഒലിവ് മലയിലേക്ക് പോയി. ഈ വേദഭാഗത്ത് നമ്മൾ കാണുന്നത് കാനായിലെ കല്യാണ വിരുന്നിനെ കുറിച്ചാണ്. കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശു അവിടെ ഒരു അത്ഭുതം പ്രവർത്തിച്ചു. എന്നാൽ മത്തായി 26-ൽ നാം കാണുന്നത് യേശു തൻ്റെ രക്തത്തെ പുതിയ നിയമത്തിൻ്റെ വീഞ്ഞായി നൽകുന്നതാണ്. കാനായിലെ കല്യാണം ഒരു ഭൗതിക സന്തോഷമായിരുന്നു, അല്ലേ? കുടുംബത്തിൻ്റെ ഒരു സന്തോഷത്തിന് നിമിഷങ്ങളായിരുന്നു. ഒരു പുതിയ കുടുംബം രൂപീകൃതമാകുന്നതിൻ്റെ സന്തോഷ നിമിഷങ്ങളായിരുന്നു. അപ്പോഴാണ് വീഞ്ഞ് തീർന്നു പോയത്. വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ ആദ്യത്തെ അത്ഭുതമായി കാനായിലെ വീഞ്ഞ് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അതുപോലെ തന്നെ മത്തായി 26-28 കാണുന്നു, തൻ്റെ രക്തത്തിലൂടെ നമ്മുടെ പാപങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന് യേശു ഉറപ്പ് നൽകുന്നു. അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കാനായിലെ കല്യാണത്തിൽ വീഞ്ഞ് ഒരു ഭൗതിക അത്ഭുതമായി തീർന്നപ്പോൾ ഇവിടെ സ്വന്തം രക്തത്താൽ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾ പരിഹരിക്കപ്പെടുവാനായിട്ട് ഒരു ഉടമ്പടിയായിട്ടാണ് നമുക്ക് കാണുന്നത്. കല്യാണ വീട്ടിൽ ലഭിച്ച വീഞ്ഞ് അത്ഭുതമായിരുന്നാൽ യേശുവിൻ്റെ രക്തമാകുന്ന വീഞ്ഞ് ലോകത്തിൻ്റെ പാപപരിഹാരത്തിലുള്ള ഒരു നിത്യമായ ഉടമ്പടിയാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ഈ നമ്മുടെ വേദനയിലും കാനാവിലെ കല്യാണത്തിൽ തൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ യേശു വിശുദ്ധ കുർബാനയിലൂടെ തൻ്റെ ജീവൻ നമുക്ക് നൽകി. നമ്മുടെ ജീവിതത്തിലെ കുറവുകളിൽ അവൻ്റെ സാന്നിധ്യം നേടാം. നമ്മുടെ ബുദ്ധിമുട്ടുകളിൽ, നമ്മുടെ പ്രതിസന്ധികളിൽ, വിഷമങ്ങളിലൊക്കെ യേശുവിൻ്റെ ഒരു സാന്നിധ്യം വിശുദ്ധ കുർബാനയിൽ കൂടി നമുക്ക് സ്വീകരിക്കാം. ഈ വിശുദ്ധ പീഡാസഹനകാലം നമുക്ക് ക്രൈസ്തവരായ നമുക്ക് കിട്ടിയ വളരെ ഭാഗ്യം നിറഞ്ഞ നിമിഷങ്ങളാണ്. നമ്മുടെ ജീവിതത്തെ ഒന്ന് തിരിഞ്ഞു നോക്കുവാനും നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ ഒന്ന് തിരിച്ചറിയുവാനും കൂടുതൽ വിശദീകരിക്കപ്പെടുവാനും ഒക്കെയുള്ള നിമിഷങ്ങളാണ്. ഈ സമയം നമ്മൾ ഒട്ടും പാഴാക്കരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ അവസരങ്ങൾ നമ്മൾ എല്ലാവർക്കും കിട്ടുന്ന ഒരു അവസരമല്ല. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയെ കൂടുതൽ അനുഭവിക്കാനും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൂടുതൽ സ്വീകരിക്കുവാനുമായിട്ട് നമുക്ക് കിട്ടിയ ഈ 50 ദിവസം നമ്മൾ കൂടുതൽ നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുവാനും നമ്മുടെ കുറവുകളെ ഒന്ന് ക്രമീകരിക്കുവാനും ഈ നോയമ്പുകാലം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ നമ്മുടെ വിഷമത്തിലും നമ്മുടെ കുറവുകളിൽ വിശുദ്ധ കുർബാനയിലൂടെ കർത്താവിൻ്റെ രക്തവും വീഞ്ഞും നമുക്ക് പങ്കുവച്ചതുപോലെ നമ്മുടെ പാപത്തിന് പരിഹാരമായിട്ടൊരു ഉടമ്പടിയായി നമ്മിലേക്ക് തന്നതുപോലെ നമുക്ക് നമ്മുടെ പ്രതിസന്ധിയിൽ ദൈവത്തിൻ്റെ മഹത്വം കാണുവാനായിട്ട്, ദർശിക്കുവാനായിട്ട് നമ്മുടെ ജീവിതത്തിലെ കുറവുകളിൽ കർത്താവിൻ്റെ സാന്നിധ്യം നമുക്ക് നേടുവാനായിട്ട് നമുക്ക് ശ്രമിക്കാം. അതിനായി ഈ നോയമ്പുകാലം നമുക്കൊരു മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.